ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി ടൈപ്പാണ് ഈ SMC ICT എന്ന് പറയുന്നത്. ICT എന്ന് പറയുന്നത് എന്താ? ശരി, ഇന്നർ സർക്കിൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതൊരു കോൺസെപ്റ്റാണ്. SMC നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിക്കും ഈ ICT എന്നാണ് SMC വരുന്നത്, അതിൻ്റെ ഒരു പാർട്ടാണ് SMC എന്ന് പറയുന്നത്. ഓക്കെ, ഈ SMCയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാറ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും റീറ്റെയിൽ ട്രേഡേഴ്സും ഈ രണ്ട് ട്രേഡേഴ്സ് അല്ലേ ഉള്ളൂ മാർക്കറ്റിൽ? രണ്ട് ആൾക്കാരല്ലോ, വേറെ ടൈപ്പ് ഇല്ലല്ലോ? ഇല്ല. ഈ രണ്ട് ടൈപ്പ് ഇവർ നമ്മുടെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾക്കൊരു ഒരു സാധനം സെല് ചെയ്യണം അല്ലെങ്കിൽ ബൈ ചെയ്യണം. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റോക്കിൻ്റെ 100 ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്ത് വേണം? വിൽക്കാൻ 100 ആൾക്കാർ. 100 ക്വാണ്ടിറ്റി വിൽക്കാൻ ആള് വേണം. അത് നമ്മളിതിന് ശരിക്കും ഒരു ലിക്വിഡിറ്റി എന്നൊക്കെ പറയും. അതായത് ബൈ ആൻഡ് സെൽ ഇത് പ്രോപ്പറായിട്ട് നടക്കുക. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ലാർജ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ദിവസത്തെ ബൈ ആൻഡ് സെൽ വോളിയം എന്നൊക്കെ പറയുന്നത് 1000 കോടി 2000 കോടി 5000 കോടിയൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ ഡേ ട്രേഡിംഗ് ഒരുപാട് നടക്കുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ്, പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേംസ്, വലിയൊരു ട്രേഡിംഗ് ഡെസ്ക് തന്നെ വെച്ചിട്ട് അവരെന്ത് ചെയ്യാൻ ബാങ്കുകൾ വരുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, അതേപോലെ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേംസ് ഉണ്ട്. അതായത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊപ്രൈറ്ററി ഫേംസുകൾ ഉണ്ട്. അവർ വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ട്രേഡേഴ്സിനെ ഹയർ ചെയ്യും. ട്രേഡേഴ്സിനെ ഹയർ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാണ്? ലിമിറ്റഡ് അലോക്കേഷൻസ് കൊടുത്തിട്ട് അവരങ്ങ് ട്രേഡ് ചെയ്യും. ആ ഫ്ലോർ ചിലപ്പോൾ ഒരു ആളായിരിക്കും മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ട്രേഡേഴ്സിനെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്ന ഒരാളായിരിക്കും. അവർ പറയുകയാണ് ഇന്ന് ഇത്ര ക്വാണ്ടിറ്റി സെല് ചെയ്യാം, അപ്പോൾ എല്ലാവരും സെൽ ഓർഡർ അവിടെ എത്തും. പക്ഷെ ഇത് മാച്ച് ചെയ്യാൻ എന്ത് വേണം? അപ്പുറത്ത് ഓർഡേഴ്സ് വേണം. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റീറ്റെയിലേഴ്സിന് ലിക്വിഡിറ്റി ആയിട്ടാണ്. അതായത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ലാർജ് ഇപ്പോൾ ഒരു 1% അവരുടെ സ്റ്റേക്ക് ഒഴിവാക്കണം. അപ്പോൾ ഈ 1% മാച്ച് ചെയ്യാൻ പോകുന്നതിന് അപ്പുറത്ത് ആര് വേണം? ബൈ ഓർഡർ വരണം. അപ്പോൾ ഇവർക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവർക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലാണ് അവർ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഓരോ ഓരോ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഓരോ ഇൻഡിക്കേഷൻസ് മാർക്കറ്റിൽ നോർമൽ റീറ്റെയിലർ തിങ്ക് ചെയ്യുക, ഓക്കെ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്കാണ് പോവുക, അപ്പോൾ എല്ലാവരും ബൈ, ആ ഒരു സമയത്ത് എല്ലാവരും ബൈ അങ്ങ് നടത്തും. അപ്പോൾ ഇവരെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും? സെല്ല് നടത്തിയിട്ട് അവർ ചിലപ്പോൾ അവരുടെ പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗെയിം നടത്തുക. ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സിന്റെ അവരെ ഫുട് പ്രിന്റ് ഫോളോ ചെയ്ത് മൂവ് ചെയ്യാന്നുള്ളത്. അതായത് വാലിഡ് ആയിട്ട് പിന്നെന്താ അത് ഞാൻ പറഞ്ഞത്, അതും ഒരു പരിധി വരെ എന്ത് ചെയ്യുള്ളൂ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പ്രൈസ് ആക്ഷനും വർക്ക് ചെയ്യുന്നുണ്ട്, SMC വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര തവണ ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? പ്രൈസ് ആക്ഷനെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ SMC ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ ICT ഫോളോ ചെയ്യുന്നത്. ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് വിന്നിങ് ട്രേഡിൽ നമുക്ക് എത്ര കിട്ടുന്നു? ഹൗ മച്ച് യു വിൻ. ഇപ്പം എത്ര ആ വിന്നിങ് ട്രേഡിൻ്റെ അകത്ത് നിന്ന് എത്രയാണ് നമുക്ക് ഗെയിൻ കിട്ടുന്നത്? ലൂസിങ് ട്രേഡിൻ്റെ നിന്ന് എത്രയേ പോകുന്നുള്ളൂ. ഇത് പ്രോപ്പർ ആക്കിയാൽ മതി. അതിന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് തന്നെ വേണം ഇവിടെ സർവൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ SMC മസ്റ്റാണ്. SMC ട്രേഡേഴ്സ് മാത്രം വെച്ച് പോകേണ്ട കാര്യമുണ്ടോ? എങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഇല്ല, അതൊരു പരിധി വരെ. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കൺഫർമേഷൻ തരില്ല, അത് മിസ്ലീഡ് ചെയ്യാണ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഒരെണ്ണമൊക്കെ ഒരു കൺഫർമേഷൻ യൂസ് ചെയ്യാണ്, അത് കാലങ്ങളോളം അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ വർക്ക് ആയിക്കോണം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അങ്ങനെ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നിടത്തെ മിസ്ലീഡിങ് വരും. പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർ എനിക്കറിയാം, അത് മണി മേക്കേഴ്സിന് എനിക്കറിയാം പേഴ്സണലി. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ 1-2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മാത്രമേ അവർ ഫോളോ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് റിസൾട്ട് ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ. പക്ഷെ അതല്ലാതെ ഇന്ന് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം, അടുത്ത ആഴ്ച വേറെ ഒന്നും യൂസ് ചെയ്യാം, അങ്ങനെ ഇത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഫെയിൽ ആവാറാണ്. സ്ട്രാറ്റജി സിസ്റ്റം ബിൽഡ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പ്രോപ്പറായിട്ട് അതിന്റെ എല്ലാ എഡ്ജും അറിയാം, എൻട്രി അറിയാം, എക്സിറ്റ് അറിയാം, ഇതിന് മാക്സിമം പോയാൽ കിട്ടുന്ന റിസ്ക് റിവാർഡ് അറിയാം. ഇത് പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കത് വിന്നിങ് കോഴ്സിലാണ് ആ ഇൻഡിക്കേറ്റർ കിടക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളിടത്ത് എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഞാൻ ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് അധികം ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും എക്സ്പീരിയൻസിൽ ഡേ ട്രേഡിംഗിൽ ഏതായിരിക്കും ഏറ്റവും ബെറ്റർ? ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരാൾ എത്ര തവണ. ഞാനതിന് 1-2 സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്യാറുണ്ട്. അതൊരു ചെറിയൊരു കൺഫർമേഷൻ. ആ മൂവിങ് ആവറേജ് ആ ഒരു സ്ഥലത്ത് ഇത്രേൻ്റെ, അതായത് ഒരു EMA
എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയാം. അത് ഇന്ന ടൈപ്പിൽ ഇന്ന ഏരിയയിലാണ് അതിൻ്റെ പുറത്താണ് ട്രേഡ് വരുന്നതെങ്കിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് മൂവിനുള്ള ചാൻസ്, അങ്ങനെ ഒരു സാധനം എനിക്ക് അത്യാവശ്യം വർക്ക് ആവുന്നുണ്ട്. EMA വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഇനി എല്ലാവരും കരുത് മൂവിങ് ആവറേജ് വെച്ചാണോ ട്രേഡ് ചെയ്യുന്നത്, അങ്ങനെയല്ല. ഇതൊരു കൺഫർമേഷന് വേണ്ടി കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം എത്രയേ ഉള്ളൂ. ആ ഒരു സാധനം യൂസ് ചെയ്യുന്നത് ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രം. സിസ്റ്റം ഉണ്ടായിരിക്കേണ്ടത് നമ്മളെ ഡിസിപ്ലിനിലും നമ്മളെ റിസ്ക് റിവാർഡിലേക്കാണ് സിസ്റ്റം ഉണ്ടാവേണ്ടത്. ടെക്നിക്കലി നമുക്ക് വേണ്ടത് ഇൻട്രാഡേ സ്റ്റോക്ക് ഇക്വിറ്റിയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് സെലക്ഷൻ പ്രോപ്പർ ആവണം. അത് നിങ്ങൾ സ്റ്റോക്ക് സെലക്ഷൻ ഇപ്പോൾ ഇൻട്രാഡേക്ക് ആണെങ്കിലും ഷോർട്ട് ടൈമിനാണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജി തുടങ്ങുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനം തുടങ്ങുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോക്ക് സെലക്ഷൻ ആയിട്ട് ഞാൻ നമ്മൾ ഇന്നത്തെ ദിവസം എൻട്രി എടുക്കുകയാണ്. അപ്പോൾ ആ എൻട്രി എടുക്കുന്ന സ്റ്റോക്ക് അത്യാവശ്യം പെർഫോം ചെയ്യാൻ സാധ്യത പ്രോബബിലിറ്റി കൂടുതൽ. ഇല്ല ഓപ്ഷൻസ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്, ഡയറക്ഷനിൽ മൂവിനനുസരിച്ചാണ് പ്രീമിയംസ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ഇക്വിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് സെലക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് അതിലാണ് ഒരു പൊസിഷൻ മേക്ക് ചെയ്യുന്നതെങ്കിൽ എന്തായാലും അതിൽ മൂവ്മെന്റ് നടക്കാൻ സാധ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ മാക്സിമം എന്ത് ചെയ്യണം, ഈ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അത്യാവശ്യം ഫണ്ട് ഫ്ലോ നടക്കുന്ന സ്റ്റോക്ക്. ഈ ന്യൂസിലുള്ള സ്റ്റോക്കുകൾ എടുത്ത് ട്രേഡ് ചെയ്യുന്ന റിസ്ക് അല്ലേ? ന്യൂസ് റിസ്ക് ആണ്. ന്യൂസിൽ പോസിറ്റീവ്നെസ്സും ഉണ്ട് നെഗറ്റീവ്നെസ്സും ഉണ്ട്. അതായത് ന്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റീറ്റെയിലേഴ്സിനൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോട്ടർക്ക് 1% 2% അവിടെ ഒന്ന് എക്സിറ്റ് ചെയ്ത് പോകണം. പ്രൊമോട്ടർ 2% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1,00,000 ക്വാണ്ടിറ്റി, 2 ലക്ഷം, 10 ലക്ഷം ക്വാണ്ടിറ്റി, ഇത്രയും ക്വാണ്ടിറ്റി ഒറ്റയടിക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊമോട്ടർ വഴി പുറത്ത് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കമ്പനിയിൽ 1000 കോടിയുടെ ഒരു ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്. ഇത് പുറത്തേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം അറിയുന്ന ആൾ റീറ്റെയിലറാണ്. അപ്പോൾ അയാൾ ആലോചിക്കുമ്പോൾ ഓക്കെ ഇത് കമ്പനിക്ക് പോസിറ്റീവ് അല്ല, ഇപ്പോൾ ഇവരെ റവന്യൂ കൂടും, നെറ്റ് പ്രോഫിറ്റ് കൂടും, EPS കൂടും, ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ ഇവർ ബൈ ചെയ്ത് പോകുന്ന സമയത്ത് ഇവരാ ബൈ ഓർഡർ വരുന്ന സമയത്ത് പ്രൊമോട്ടർ അതങ്ങ് സെല് ചെയ്തിട്ട് പിന്നെ പറയാം ആ ന്യൂസ് ഓർഡർ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ന്യൂസ് ഫേക്ക് ചെയ്യാൻ പറ്റും. ന്യൂസ് ട്രേഡിങ് ഡേഞ്ചറും ആണ്, അത് കുറേ റിസ്ക്കിയാണ്. ഞാനത് പ്രൊമോട്ട് ചെയ്യല്ല. ന്യൂസ് ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ഒക്കെ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ മാനിപ്പുലേഷനുള്ള സാധ്യത കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. ഇത് ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ലൈനിൽ മുകളിലേക്കും താഴേക്കും പോകുന്ന മാർക്കറ്റ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും അവിടെ നമ്മൾ പേടിക്കണം. ഇത് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്, ആ രീതിയിലേ പോകാൻ പാടുള്ളൂ. കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ എണ്ണം കൂടിയത്. അപ്പോൾ ഈ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ വോളിയം കൂടിയല്ല, ട്രേഡിംഗ് വോളിയം കൂടി. ഈ ട്രേഡിംഗ് വോളിയം കൂടിയത് ഇവിടെ ഓൾറെഡി ഉള്ള റീറ്റെയിലേഴ്സിന് ശരിക്കും ബെനിഫിറ്റ് ആണോ അതോ ഡേഞ്ചർ ആണോ? വോളിയം കൂടുമ്പോൾ ഇതിന് 2 ആസ്പെക്റ്റ് ഉണ്ട്, പോസിറ്റീവായിട്ടും ഉണ്ട് നെഗറ്റീവായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലെല്ലാത്തിൻ്റെയും ഞാൻ പോസിറ്റീവും പറയുന്നുണ്ട്, നെഗറ്റീവ്. എന്താ വെച്ചാൽ നമ്മളതിനെ ഓരോരുത്തർ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ലാത്തതുകൊണ്ടാണ്. കാരണം അത് ശരിയല്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഏത് കേസ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ റവല്യൂഷൻ വന്നാൽ അതിൻ്റെ പോസിറ്റീവ് സൈഡും പറഞ്ഞ ഇങ്ങനെ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് പറയുന്ന അവിടെ 2 സൈഡ് ഉണ്ട്. എല്ലാ കോയിനും 2 സൈഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് ഒരു പ്രശ്നം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി മാർക്കറ്റിൽ വർക്ക് ചെയ്യപ്പെട്ടിരുന്ന സ്ട്രാറ്റജീസിൻ്റെ വിന്നിങ് റേറ്റിന് അത് എഫക്റ്റ് ചെയ്യും, കുറയാനുള്ള സാധ്യതയുണ്ട്, നല്ല കുറയുന്നുണ്ട്. ലാർജ് വോളിയം അറ്റ് എ ടൈം ഒരേ സാധനത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വിന്നിങ് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം മുമ്പ് 2 വർഷം 3 വർഷം മുമ്പൊക്കെ യൂസ് ചെയ്തിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ബിനോയ് പുള്ളി തന്നെ എന്നോട് പറയലുണ്ട്, നമ്മൾ ആ സാധനം ഇപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്ന് മോഡിഫൈ ചെയ്തു. ആ സാധനം കംപ്ലീറ്റ്ലി ഒഴിവാക്കിയെന്നല്ല, അതിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ചെറിയ. പിന്നെ അതിനുശേഷം ഞാനൊരു 2022 മുതൽ നമ്മൾ സ്റ്റീവൻ പുത്തൂർ എന്ന് പറയും, ഫണ്ടമെന്റൽ അനാലിസിസ് എനിക്ക് പഠിപ്പിച്ച എൻ്റെ ഒരു മെൻറ്റർ, സ്റ്റിൽ ഇപ്പോഴും പുള്ളിയായിട്ട് കാണും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ മല്ലു സ്റ്റോക്ക് മാർക്കറ്റ് ട്രോൾസ് എന്ന് പറയും, മല്ലു സ്റ്റോക്ക് മാർക്കറ്റ് ട്രോൾസ് അങ്ങനെ ഒരു പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ടെലഗ്രാമിലൊരു മാനേജിങ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്താണ് ഫണ്ടമെന്റൽ സ്റ്റോക്കിനെ പറ്റിയിട്ട് കമ്പനി അനാലിസിസ് ഒക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്, കമ്പനി അനാലിസിസ്. അപ്പോൾ പുള്ളിയും ഈ പറഞ്ഞ പോലെ സാധനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മളെ ഈ ബാലൻസ് ഷീറ്റ് ഇതൊക്കെ പ്രോപ്പറായിട്ടൊരു കമ്പനി, എക്കണോമി, ഇൻഡസ്ട്രി, EIC കമ്പനി അനാലിസിസ്. നമ്മൾ ജസ്റ്റ് ഈ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസിനും പിന്നെ കുറേ റേഷ്യോസ് ഒക്കെയാണ് ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് എക്സ്റ്റേണലി ഒരു കമ്പനീനെ എന്ത് എഫക്ട് ചെയ്യുന്നതും ഫണ്ടമെന്റൽ അനാലിസിസ് എല്ലാതും വരും. ഇപ്പം ഇതിൻ്റെ അകത്ത് എക്കണോമി, ഇപ്പം എക്കണോമിക് കണ്ടീഷൻസ്
ആ ഒരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ ആ കമ്പനീനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും എക്കണോമിക് കണ്ടീഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിനെയും കമ്പനീസിനെയും എഫക്ട് ചെയ്യും. പിന്നെ അതാത് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന, ഇപ്പോൾ ഗവൺമെന്റ് ഇന്ന ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇത്ര അലോക്കേഷൻ നടത്തി, അല്ലെങ്കിൽ ഇത്ര അവർ പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇത് GST ഉൾപ്പെടുത്തി, അപ്പോൾ ആ ഇൻഡസ്ട്രീനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കണോമി, ഇൻഡസ്ട്രി, കമ്പനി, നോർമലി എല്ലാവരും കമ്പനി അനാലിസിസ് മാത്രമാണ് പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഫാക്ടറും എക്സ്റ്റേണലി എന്ത് വരുന്നതും ഫണ്ടമെന്റലിൽ വരും. അപ്പോൾ പുള്ളിക്കാരനും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി 2016-17 ശേഷം മാർക്കറ്റിലുള്ള ആളാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ അടുത്തായിട്ട് റീസെൻ്റ്ലി ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മറ്റേ സാധനം ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത്, വേറെ ടെക്നിക്കാണ്, അതായത് കുറച്ചുകൂടി ഹൈ ഫ്രീക്വൻസിയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വിന്നിങ് റേറ്റ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ലാർജ് വോളിയം വരുന്ന സമയത്ത് മുമ്പ് യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ ഔട്ട്ഡേറ്റഡ് വരുമ്പോൾ, കാരണം ആദ്യത്തെ മാർക്കറ്റ് ഡൈനാമിക്സ് വെച്ചിട്ടായിരിക്കും ഇത് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മാർക്കറ്റ് ഡൈനാമിക്സ് മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ സെബി ആണെങ്കിൽ തന്നെ ട്രേഡിംഗ് വോളിയത്തിന് അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷനൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഓരോ മെഷേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ റീസെൻ്റ്ലി ലോട്ട് സൈസ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുന്ന സമയത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്തോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡയമെൻഷനും ഡൈനാമിക്സും ഉണ്ട്, അതിൽ ചേഞ്ച് വരും. പിന്നെ ഈ എൻവയോൺമെന്റ് യൂസ് ആവുന്ന സമയത്ത് അത് യൂസ്ഡായി അതിൽ ആളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നി. ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർ അന്വേഷിക്കുക പോലും ഇല്ല. അവർ ബിഗിനർ ഫോക്കസ്, എൻ്റെ ഒരു ഞാൻ കണ്ടു, ഇപ്പം ഇത്രയും സ്റ്റുഡൻസിനെ കണ്ടു വന്നുകൊണ്ട് ബിഗിനർ ഫോക്കസ് ഏറ്റവും കൂടുതൽ അവർ സ്ട്രാറ്റജി പഠിക്കാന്നില്ല എല്ലാവരും. അതായാൽ എല്ലാം ആയി, അല്ലെങ്കിൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാന്നുള്ള ഒരു ധാരണ ബിഗിനേഴ്സിന് നല്ലോണം ഉണ്ട്. അത് ഞാൻ എന്താ വെച്ചാൽ എനിക്കത് പറയാൻ ഇത്ര ആധികാരികമായിട്ട് പറയാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ പോയാലും ഒരു 100-150 മിനിമം അത്രയും സ്റ്റുഡൻസിന് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓഫ്ലൈൻ ആയിട്ട്. ഇനി ഒരു 250-300 പേര് ഓൺലൈൻ ആയിട്ട്, അപ്പോൾ ഒരു 1000-600 പേര് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡിൽ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഞാൻ മോസ്റ്റ് കോമൺലി കണ്ടിട്ടുള്ളത്, ഇനി ഏത് ഏജ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഫസ്റ്റ് ആൻഡ് പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയിലാണ്. ഇവിടെ ഇത് ഫിറ്റസ്റ്റ് സർവൈവലിൻ്റെ ഗെയിമാണ്. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യണമെന്നോ അതിന് വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്സ് അതിലൊന്നും കൂടുതൽ ആരും, എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഇപ്പം ഈ ഇരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കാൻ പോലും അയക്കില്ല, അവൻ അത്ര ഡൗട്ടായിരുന്നു. അങ്ങനത്തെ ആളുകളുണ്ട്, വളരെ റെയർ ആണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റുമാണ്, സ്നേഹമാണ്. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഓൺലൈൻ സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന്, ജോഷ് എന്ന് പറയുന്നത്. ഞാനൊരു ജൂലൈ ആ സമയത്തുള്ള ഒരു ഓൺലൈൻ ബാച്ചിലുള്ളതാണ്, 2024. സ്റ്റിൽ അവൻ എന്ത് ചെയ്യുന്നു ഇപ്പോഴും. ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഇപ്പോൾ HDFC ബാങ്കിൻ്റെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് വരെയുള്ള കാര്യങ്ങൾ വരെ, അപ്പോൾ ഇനി ഏത് സെഗ്മെൻ്റാണ്, ബാങ്കിങ് സെഗ്മെൻറ്റും അതേപോലെ FMCG ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് ഇത്ര വീക്കാണെങ്കിലും ഗവൺമെൻറ് മെഷേഴ്സ്, RBI റേറ്റ് കട്ടും അതേപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജനങ്ങളുടെ അടുത്ത് ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ബെനിഫിറ്റ് ആവുന്നത് ബാങ്കിനാണ്, ഈ ലോൺ വഴി കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ്. അപ്പോൾ അടുത്ത 2 ഇതൊക്കെ ഇപ്പോഴും അവൻ എന്നോട് ചോദിക്കുകയും മനസ്സിലാക്കിയ അടുത്തത് ഇപ്പോൾ സാറ് ഇതെന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇതാണ് സംഭവം, നമ്മൾ ഇനി എന്ത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന അത്ര ക്യൂരിയസ് ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് അതിന് ശേഷം ഞാൻ ഓൺലൈൻ ബാച്ച് എടുത്ത ആളുകളൊന്നും ചിലപ്പോൾ ഇത്രയൊന്നും, അപ്പോൾ ഇവൻ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും ഉണ്ട് കേട്ടോ. ഇവൻ മാർക്കറ്റിൽ അത്ര അപ്ഡേറ്റഡ് ആണ്, നമ്മൾ അത്ര ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു അഡ്വൈസ് കിട്ടിയാൽ അത് അതേപോലെ കീപ്പ് ചെയ്യുന്ന ആളാണ്. അതിന് റിസൾട്ട് ഉണ്ടാവും, കോൺസ്റ്റന്റ്ലി പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഷുവർ ഷോട്ടാണ് ഞാൻ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് അവൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ കമ്മ്യൂണിറ്റിയിലെല്ലാം പോസ്റ്റ് ചെയ്യും. പിന്നെന്താ, ഇവൻ എന്നെ നേരിട്ട് കാണാൻ, ഇപ്പം ഈവൻ ഈ വാച്ച് 50 ഇതാണ്, എനിക്കും അത്ര പ്രൗഡാട്ടോ. കാരണം അതേപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ എന്തായാലും ഒരു മെഷീനല്ല, ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവൻ മെഷീനാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്താ പറയുന്നത് അത് മാത്രം കേൾക്കാം, അല്ലെങ്കിൽ അഡ്വൈസ് കീപ്പ് ചെയ്യാം. എന്നോട് ലോങ് ടൈമിലേക്കുള്ള സ്റ്റോക്ക്, അപ്പോൾ ആ സ്റ്റോക്ക് എന്തുകൊണ്ട് ഞാൻ ചിലപ്പോൾ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇവന് കൊടുത്തിട്ടുണ്ടാവും. അവനെന്ത് ചോദിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നമ്മൾ റെഗുലർ ആയിട്ട് ഞാൻ കൊടുക്കും, അതല്ലാതെ ഇവൻ എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്. അപ്പോൾ അവർക്ക് റീറ്റെയിലേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിഗിനേഴ്സിൻ്റെ ഒരു പ്രശ്നം, അവർ സ്ട്രാറ്റജി ഓറിയൻറ്റഡാണ്, അല്ലെങ്കിൽ മണി മേക്കിംഗ്. അപ്പോൾ സ്ട്രാറ്റജിന്ന് മാറി പ്രോസസ്സിലേക്ക് കൺവേർട്ട് ആയാൽ ഡയമെൻഷനും അവരുടെ ഈ ഒരു ജേണിയും ചേഞ്ച് ആവും, എൻ്റയർലി ചേഞ്ച് ആവും. സാർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒന്നൊരു ഡൗട്ടാണ്, നമ്മൾ മൊത്തം ഇൻഡസ്ട്രി, ഇത് ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ട്,
അതിൽ FMCG, ബാങ്കിങ്, അങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം, അത് ഏതെങ്കിലും 2-3 ഫോക്കസ് ചെയ്യുന്നതാണ് ബെറ്റർ? ഇതിൽ ഡിപ്പെൻസ്. ഇപ്പോൾ ഞാൻ ഷോർട്ട് ടൈം ടു മിഡ് ടൈം ഗെയിമിനാണ് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് ഇപ്പം ഇനി FMCGയിലും ബാങ്കിങ് സെക്ടറിലും അല്ലെങ്കിൽ ബാങ്ക്സിനൊക്കെ പെർഫോമൻസ് കൂടാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. അത് സീസണലായിട്ട് നമുക്ക് ഓരോന്ന്, ഇപ്പോൾ മൺസൂൺ വരികയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് വിൽക്കുന്ന കമ്പനീസ്, ഇയർ എൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ, ആക്സസറീസ്, അങ്ങനത്തെ ഒരു സാധനം. ഇപ്പോൾ അക്ഷയ തൃതീയ, അപ്പോൾ ഗോൾഡ്, അങ്ങനെ നമ്മൾ സീസണൽ ബേസ് ചെയ്ത്. ഇപ്പോൾ വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ AC, റെഫ്രിജറേറ്റേഴ്സ്, അങ്ങനെ അതായത് ആ ഒരു സ്റ്റോക്ക് കമ്പനീസിന്റെ അടുത്ത ക്വാർട്ടറിലേക്ക് ചിലപ്പോൾ അവർ ഏർണിങ്സ് കൂടും. ആ വാല്യുവേഷൻ കൂടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് ബിസിനസ് അവിടെ നടക്കുന്ന ഉറപ്പുണ്ട്, ആ അടുത്ത ക്വാർട്ടറിൽ റിഫ്ലക്ട് ആവുന്ന ഉറപ്പുണ്ട്. അപ്പൊ അത് ഷെയർ പ്രൈസിൽ റിഫ്ലക്ട് ആവണം. ആവാത്ത സിറ്റുവേഷനും ഉണ്ട്. ഇതെന്തായാലും അത് നടന്നുകൊണ്ട് റിഫ്ലക്ട് ആവുന്നില്ല. അപ്പൊ അണ്ടർ വാല്യുവേഷനിലേക്ക് പോവാം. അപ്പൊ പല കമ്പനീസും അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ കമ്പനിക്ക് ബിസിനസ് ഉണ്ട്, അവരെ നെറ്റ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നുണ്ട്, EPS ഓക്കെയാണ്, ഹൈ ആണ്, എല്ലാം നടക്കുന്നുണ്ട്, സ്ട്രോങ് ആണ്. പക്ഷെ ചില സ്റ്റോക്ക് അതിനനുസരിച്ച് ഷെയർ പ്രൈസ് റിഫ്ലക്ട് ആവില്ല. അത് ഭാവിയിലാവും. അതായത് വാല്യുവേഷൻ ലോക്ക് ആവുക എന്ന് പറയും. വാല്യൂ ലോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീവൻ പുത്തൂർ എന്ന് പറയുന്ന എൻ്റെ ഫണ്ടമെന്റലി എൻ്റെ മെൻറ്ററാണ്. പുള്ളിക്കാരനാണ് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിപ്പിച്ചു തന്നത്. അതിന് കുറേ ബുക്സ് റെഫർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പുള്ളി എനിക്ക് സ്റ്റോക്സ് ടു റിച്ച് എന്ന് പറഞ്ഞിട്ട് പരീഖിന്റെ ഒരു ബുക്ക്, സ്റ്റോക്സ് ടു റിച്ചസ് എന്ന് പറഞ്ഞിട്ട്, അത് ഇൻവെസ്റ്റർ ഇൻസൈറ്റ് തരുന്നൊരു സാധനം. അതേപോലെ ഇന്റലിജന്റ് ഇൻവെസ്റ്ററിന്റെ ചാപ്റ്റർ 8 ഉം 20 ചാപ്റ്റർ 8 and 20 ബെൻഗ്രഹാമിന്റെ അത് വാല്യുവേഷൻ മെത്തേഡാ. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഭയങ്കര പഴയതാ. അതിന് മോഡിഫൈഡ് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബെൻഗ്രഹാമിന്റെ വാല്യുവേഷൻ മെത്തേഡ് അമേരിക്കൻ മാർക്കറ്റിൽ 70s-ലും 60s-ലും ആ ഒരു ടൈമിലുള്ള സാധനമാണ്. പുള്ളി അത് വായിച്ചതിന് ശേഷമാണ് ഇപ്പോഴും അതാ ഫോളോ ചെയ്യുന്നത് തന്നെ പറയുന്നത്. പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബിസിനസ് സംബന്ധിച്ച് കമ്പനിയുടെ ഒരു ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് റവന്യൂ ആണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടണം, അവർക്ക് ഡെറ്റ് കുറയണം. ഇതൊന്നും ഒരു കാലത്തും ചേഞ്ച് ആവുന്നില്ല. ഏത് കാലത്തും ഒരു കമ്പനിയുടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് അനലൈസ് ചെയ്യുമ്പോൾ, ഇതിനിപ്പോൾ 2025 ഇത് തന്നെ ആയിരിക്കും, 2050 ഇത് തന്നെ ആയിരിക്കും. കമ്പനി എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്തിട്ട് റവന്യൂ കൊണ്ടുവരണം. നേരെ മറിച്ച് ആ ബിസിനസ് ചെയ്യുന്ന കമ്പനി അതർ ഇൻകം ആണ്. അതായത് അവര് വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സർവീസാണ്. പക്ഷെ അവർക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ റവന്യൂ വന്നിട്ടുള്ളത് അവർ ഫിക്സഡ് അസറ്റ് എടുത്ത് വിറ്റു. അതായത് ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതേപോലെ മെഷീൻസ്, മെഷീനറീസ്, ഇതൊക്കെ വിറ്റിട്ടാണ് വരുമാനം വന്നു ചോദിച്ചാൽ വരുമാനം വന്നു, കച്ചവടം നടത്തിയിട്ടല്ല എന്ന് മാത്രം. അപ്പോൾ ഇതിനൊന്നും ഒരു ചേഞ്ച് ഇല്ല. ഏത് ഇപ്പം ഈ പറഞ്ഞ ഒരു കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് സൈഡിൽ കുറേ കാര്യങ്ങൾ ഒക്കെ ആവണം. ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് തന്നെ ഇപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു 90% ഷെയർ പ്രൈസ് ഡിക്ലൈൻ ആയി. അപ്പോൾ അവർ സ്കാം നടത്തിയിട്ടുണ്ട്, ഫ്രോഡുലന്റ് ആക്ടിവിറ്റി. അവരെ ഓണേഴ്സ്, ഇതിന്റെ പ്രൊമോട്ടേഴ്സ് 2 പേര് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി നടത്തി, അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് പുറത്തു വരുന്നില്ല. പക്ഷെ ഇത് ഇത്രയും വന്നപ്പോഴേക്കും ആ കമ്പനിയുടെ 90% സ്റ്റോക്ക് പ്രൈസ് ഡൗൺ ആയി. അപ്പൊ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് നോക്കണം. ഒരു സിമ്പിൾ മെത്തേഡാണ്. ഞാൻ അത്ര അങ്ങ് ഇൻവെസ്റ്റർ ഒന്നും അല്ല. പക്ഷെ എന്നാൽ പോലും ഇതിനെ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട സമയത്ത് ഒന്ന്, ഇപ്പോൾ ഇവിടെ ആനുവൽ റിപ്പോർട്ടൊക്കെ ഉണ്ടാവും. അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ അഡ്രസ്സ് ചെയ്യും. അതായത് ഈ കഴിഞ്ഞൊരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ ഇത്രയും റവന്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇത്ര സെഗ്മെന്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അടുത്തൊരു 5 വർഷത്തേക്ക് നമ്മൾ 1 ബില്യൻ്റെ ബിസിനസ് അല്ലെങ്കിൽ 1 മില്യൻ്റെ ബിസിനസ് ആണെന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്യാന്ന് പറയും. ഇവർ മുമ്പ് പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അവരെ വാക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് ഇതൊരു ഗിമ്മിക്സ് മാത്രമല്ല, ഈ വേർഡിങ് പ്രോമിസ് 2025 മാർച്ചിൽ ഇപ്പോൾ മിക്കവാറും കഴിഞ്ഞ വർഷത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നോക്കണം. അപ്പൊ അതിനൊരു ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതിന് അവരെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? മാനേജ്മെന്റ് കമന്ററി എന്ന് പറയും.
ഓക്കെ. ഇപ്പോൾ ഏത് ക്വാർട്ടർലി റിസൾട്ട് വന്നു കഴിഞ്ഞാലും കമ്പനി മാനേജ്മെന്റിന്റെ ഒരു കമന്ററി വരും. ഇപ്പോൾ പ്രോഫിറ്റ് ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും മോഡറേറ്റ് ആണെങ്കിലും അവർ പറയും ഇന്ന റീസൺ, ഈ വൈ നമുക്ക് ഓക്കെ ആയിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യുന്ന വൈ ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഡിക്ലൈൻ ആവുന്നതും അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗേഴ്സിലേക്ക് പോകുന്നതും അതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇവര് അല്ല, എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പനി ഓക്കെ അല്ല. ഇനി അങ്ങനെ ഫണ്ടമെന്റലി ഓക്കെ ആയ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, എത്ര ഷെയർ പ്രൈസ് ഡൗൺ ആണ് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഹൈ ആവുന്നില്ല, അത് 1 വർഷമായി 2 വർഷമായി 3 വർഷമായി, നോ പ്രോബ്ലം, അത് പെർഫോം ചെയ്യും. വാല്യൂ ലോക്കിംഗ് സ്റ്റേജിൽ പുറത്തേക്ക് വന്നാൽ മതി. അങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, അതിനെ പറ്റിയിട്ടൊന്നും ക്യൂരിയസ് അല്ല, അവർക്ക് അത് താല്പര്യമില്ല. അപ്പോൾ ഞാൻ തന്നെ ഈ പുള്ളിക്കാരനുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഞങ്ങളൊരു മെയിൻ ടോപ്പിക് ഡിസ്കഷനിൽ വരുന്നത് ഈ കമ്പനിയും വാല്യുവേഷനാണ്, കമ്പനി അനാലിസിസ് ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ EPS വെച്ചിട്ടുള്ള ഈ ബെൻ ഗ്രഹാമിന്റെ തന്നെ കാൽക്കുലേഷൻ 8-20. അപ്പോൾ പുള്ളിക്കാരൻ നോക്കുന്ന 2 രീതിയുണ്ട്. ഇപ്പൊ എന്റെ മെന്റർ പറഞ്ഞല്ലോ സ്റ്റീവൻ, പുള്ളിക്കാരൻ നമുക്ക് EPS ഒക്കെ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് പഠിപ്പിച്ചാൽ അത് ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന മോഡിഫൈഡ് വേർഷനിലാണ് യൂസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ അവിടുത്തെ ഗ്രോത്ത് റേറ്റിനനുസരിച്ചല്ല ഇവിടുത്തെ ഗ്രോത്ത് റേറ്റ്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിക്കും കമ്പനിക്കും അനുസരിച്ച് ഗ്രോത്ത് റേറ്റും മാറ്റം നമ്മൾ വരുത്തണം. അത് പേഴ്സണൽ ബയാസ് ആട്ടോ, അവിടെ റൈറ്റ് ഉണ്ടാവാം റോങ്ങും ആവാം. നമുക്ക് ഒരു സെക്കൻഡ് ഒരു പോയിന്റോ പേച്ചാൽ പോലും ആ വാല്യുവേഷനിൽ മാറ്റം വരും, പക്ഷെ പേഴ്സണൽ ബയാസ് ആണ്, എന്നാൽ പോലും അത് വർക്കിംഗ് ആണ് ആസ് ഓഫ് നൗ. ഇപ്പൊ ഞാൻ പറഞ്ഞ ബുക്ക് അല്ല, അതിന് ലാംഗ്വേജിന്റെ കുറച്ച് കടുപ്പാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ലാംഗ്വേജ് ഭയങ്കര കടുപ്പാണ്. റിപ്പീറ്റഡ്ലി ചിലപ്പോ 10-15 വർഷമായി മനസ്സിലാവുന്നില്ല അവരാ പറയുന്ന യൂസ് ചെയ്തിട്ടുള്ള സാധനം. ഒന്ന് ഈ പറഞ്ഞ പോലെ 80s 70s 60s ഒക്കെ അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിന്റെ ഒക്കെ കേസുകൾ കുറെ ഡീറ്റെയിൽ ചെയ്ത് പറയുന്നുണ്ട്. ഹാർഡാണ്, അതാ ഞാൻ പറയുന്നത്, ലാംഗ്വേജ് കുറച്ച് ഹാർഡാണ്. പക്ഷെ അതിനാണ് സിംപ്ലിഫൈ ചെയ്തത്. ഞാൻ ചാപ്റ്റർ 8-20 എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി ബെറ്റർ. അത് നമുക്ക് ഏത് മാർക്കറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. ഏത് മാർക്കറ്റിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ റെഡ് ഫ്ലാഗുകൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഗ്രീൻ ഫ്ലാഗുകൾ എന്താന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്താൽ മതി. നമ്മൾ പുതിയത് ഇവിടെ വന്ന ഇപ്പൊ മാർക്കറ്റിൽ വന്ന ഒന്നും കണ്ടുപിടിക്കാനോ അതിന് റിസർച്ച് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല, അത് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ ഇൻവെസ്റ്ററാണ് അല്ലെങ്കിൽ നോക്കുന്നതെങ്കിൽ സ്റ്റോക്സ് ടു റിച്ചസ് എന്ന് പറഞ്ഞിട്ട് പരാഗ് പരി, അത് കുഴപ്പമില്ലാത്ത ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കുറച്ച് റിസോഴ്സസിന് വേണ്ടിയിട്ട് നമുക്ക് ആ സെഗ്മെന്റിൽ അതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസീനെ പറ്റിയിട്ട് അധികം ക്ലാസ്സസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഞാൻ തന്നെ ചില സമയങ്ങളിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. കാരണം പലതും കുട്ടിക്ക് തീരെ അറിയില്ല. കാരണം പാരൻസ് വിചാരിക്കും ഇത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇവർ വിചാരിക്കും അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടിക്ക് ഒന്നും അറിയുന്നില്ല. ബേസിക്കായിട്ട് നമ്മളെ വരവും ചിലവ് എങ്ങനെ കീപ്പ് ചെയ്യേണ്ടത് ഇതൊന്നും അറിയുന്നില്ല നമുക്ക്. അപ്പോൾ അത് എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ആവണം എന്നാണ് സാർ അഭിപ്രായം? ഇതിൽ ഒന്ന് മുമ്പത്തെ എന്താണോ കരിക്കുലത്തിലുള്ളൊരു പ്രശ്നമാണ്, അതായത് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ അത്രയും പ്രൊഫഷണൽ ആയിട്ട് ഫൈനാൻസ് എടുത്ത് അതിനെ പറ്റിയിട്ട് മാത്രം എടുക്കുന്ന ഒരു സെഗ്മെന്റ് മുതൽ മാത്രമേ നമ്മൾ ഇതിനെ പറ്റി അറിയുന്നുള്ളൂ. അതാണെങ്കിൽ ചിലപ്പോൾ ഡിഗ്രി വരെ നമ്മൾ കണ്ടിട്ട് പോലുമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഇവിടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് സെബിക്ക് ഇത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള ഇതാണ് റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പോളിസീസും അവരുടെ അധികാരത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. ഞാൻ +2 പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ഡിഗ്രിക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പഠിച്ച സമയത്തേക്ക് MBA പഠിച്ച സമയത്തൊക്കെ സെബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു 4 മാർക്കിന്റെ ഒരു കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇൻവെസ്റ്റർ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇതാണ് അവരുടെ അങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് പഠിപ്പിച്ചു തന്ന ആളുകളുടെ തെറ്റല്ല. ഒരിക്കലും ഞാൻ അവരാരെയും കുറ്റം പറയുന്നല്ല, പക്ഷെ ആ സിസ്റ്റത്തിൽ അങ്ങനെയുള്ളൂ. ഏത് നാളെ പരീക്ഷയ്ക്ക് ഇതാണ് അല്ലെങ്കിൽ എക്സാമിന് 4 മാർക്കിന് മാത്രമേ സെബിക്ക് റോളുള്ളൂ. പക്ഷെ അതിന്റെ പുറത്തേക്ക് ഒരു പ്രാക്ടിക്കൽ നോളജോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ശരിക്കും ബേസിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ഈ പറഞ്ഞ പോലെ സെബിയുടേതൊന്നും അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ബഡ്ജറ്റിംഗ് എങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇൻകം ഇതാണ്, എക്സ്പെൻസ് ഇത്രയാണ്, അപ്പോൾ ഇത് എപ്പോഴും ഇൻകത്തിന്റെ സൈഡ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ നോക്കാൻ. അനാവശ്യമായിട്ടുള്ളത് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ എന്റർടൈൻമെന്റ് വരെയുള്ള സാധനങ്ങൾക്ക് എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാം. അതേപോലെ തന്നെ ഈ ഇപ്പോൾ ഒന്നെങ്കിൽ ഒരു 10th മുതൽ അല്ലെങ്കിൽ +1 +2 എത്തുന്ന സമയത്ത്, അതായത് അവര് അടുത്ത സ്റ്റേജിലേക്ക് എന്തായാലും പോകും. കുറച്ചും കൂടി മെച്ചുവർ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസിന്റെ ഇതിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ്, ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാവരും ഇൻഷുറൻസ് ഒരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് കാണുന്നത് ഒരിക്കലും അല്ല. ഇപ്പൊ ഈ ടേം ഇൻഷുറൻസിന്റെയും ഹെൽത്ത് ഇൻഷുറൻസിന്റെയും ബെനിഫിറ്റ് എന്താന്നുള്ളത്
ലൈഫിൽ എടുത്തിട്ട് വരുമ്പോൾ അപകടം മനസ്സിലാവും. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തീരുന്ന അത്ര സാമ്പത്തിക, ഇനി അതും ഇല്ല, പലരും കടം വാങ്ങിയിട്ട് അത് വീട്ടാനാണ് പിന്നെ അടുത്ത അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ആരുടെയും തെറ്റല്ല, പക്ഷെ നേരെ മറിച്ച് ഈ ഒരു അവയർനെസ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബിസിനസ്സാണ് പഠിപ്പിക്കുന്നത്. അതിൽ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് +1 ഒരു ചാപ്റ്റർ ഉണ്ട് ഇൻഷുറൻസിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ നോക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇതിന് മുമ്പത്തെ ബാച്ചസ് ഒക്കെ നോക്കുന്ന സമയത്ത് ടീച്ചേഴ്സിന് ആരും കുഴപ്പമില്ല, കാരണം അവർക്ക് എക്സാമിന് എനിക്ക് ഓക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവ് എനിക്ക് അങ്ങനെ തോന്നലുണ്ടായതിനെ കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിന് എക്സ്ട്രാ പറഞ്ഞു കൊടുക്കും, ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ്, എക്സാമ്പിൾസ് വെച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിൽ ഇത് ശരിക്കും നമ്മളെ കരിക്കുലത്തിൽ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതേ പറഞ്ഞത്, ഈ +2 എത്തുന്ന കുട്ടികൾക്കെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക, ഇൻഷുറൻസിന്റെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻവെസ്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല, അസറ്റ് ക്ലാസ്സുകൾ തന്നെ എത്രയുണ്ട്, ഗോൾഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഇപ്പോൾ ഡിജിറ്റലി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് തന്നെ ഇനി മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ETF ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഡയറക്റ്റ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ എക്കണോമിക്സിന്റെ ഈ ബിസിനസ് സ്റ്റഡീസിന്റെ ഒക്കെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അത് കരിക്കുലത്തിൽ ഒന്ന് ഇൻവോൾവ് ആക്കിയാൽ മതി. എന്നിട്ട് ഇതിന്റെ പ്രാക്ടിക്കൽസ് കൊടുക്കണം. ഇതിന്റെ പ്രാക്ടിക്കൽസ് ചെയ്യുന്നിടത്ത് പോയിട്ട് അവരെ ഈ ഇൻഡസ്ട്രി വിസിറ്റിന് വിടുന്ന പോലെ അവിടെ ഒന്ന് വിട്ടു നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമിൽ പോയിട്ട് ആ ഓപ്പറേഷൻസ് എങ്ങനെ നടക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു ഇൻഷുറൻസ്, ഇപ്പൊ ഇൻഷുറൻസിന്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇത് വെച്ചിട്ട് ആ ഇൻഷുറൻസ് കമ്പനീസിന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു പ്രാക്ടിക്കൽ സെഷൻ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചെറിയ ചെറിയ ചേഞ്ചസ് മതി. ജസ്റ്റ് ഒരു ചാപ്റ്ററെങ്കിലും ഒരു ചാപ്റ്റർ, അതല്ലെങ്കിൽ ഇന്ന ഏരിയെങ്കിലും, അത് എക്സാം ഓറിയന്റഡ് അല്ലാതെ ഇവർക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു തോന്നലിലേക്ക്. എനിക്ക് എപ്പോഴും തോന്നി, കാരണം കുട്ടികൾക്ക് ഇത് അറിയാത്തതിനെ കൊണ്ടാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താ അറിയില്ല, അതിന് ഇമ്പോർട്ടൻസ് എക്സാമിന് എഴുതാനുള്ള സാധനം അവർക്കറിയാം. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഇതിന് വേണ്ടിയ സാധനമാണ്, ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് അറിയാം. പക്ഷെ ഇത് എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയില്ല. അതൊക്കെ എൻ്റെ എപ്പം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരിക്കും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ എപ്പാണ് എൻ്റെ സൂപ്പർ ഹീറോ എന്ന് പറയും. അപ്പോൾ എന്താന്ന് നോക്കുന്ന സമയത്ത് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ലൈഫിൽ കുടുങ്ങിയ കിടക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കുന്നതാണ് സൂപ്പർ ഹീറോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ എപ്പാണ് എൻ്റെ സൂപ്പർ ഹീറോ. അപ്പോൾ എൻ്റെ ഇപ്പം എപ്പോഴും ഫൈനാൻഷ്യലി പറയുന്ന, ഇപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് വരെ ഇപ്പോൾ ഇതിനോട് പറഞ്ഞാൽ നിശാലെ 3 രീതിയിൽ നമുക്ക് ഇതുണ്ട്. ഒന്ന് ആവശ്യം, ഒന്ന് അത്യാവശ്യം, ഒന്ന് അനാവശ്യം. ഇത് 3 ഈ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ എന്തായാലും കഴിച്ചില്ല. ഇങ്ങനെ പറഞ്ഞു തരാൻ പല ആൾക്കാർക്കും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണമെന്ന് ശരിക്കും ആരെങ്കിലും അതിന് ഇറങ്ങണം. ഇനിയിപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ എങ്ങനെയെങ്കിലും ഇറങ്ങിയാലേ ഇനി നമ്മളെ ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് ആ ഒരു മാറ്റം. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പറഞ്ഞല്ലോ, പഠിപ്പിക്കുന്നവരെ നെഗറ്റീവ് അല്ല അത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ മോശമാണോ എന്നുള്ളതല്ല, ആ കരിക്കുലത്തിന്റെ പ്രശ്നമാണ്. അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ട സമയം എപ്പോഴും ആയി, അതിക്രമിച്ചു. പക്ഷെ അവർക്ക് അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് പുറകിൽ നിന്ന് നോക്കണം. അതിൽ അത്ര ഹെക്റ്റിക് ടാസ്ക് ആയിട്ടാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിൽക്കുന്നത്. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് തിയറി പാർട്ടാണ്. തിയറി പാർട്ടുമാണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്യുന്നവനാണ് കേപ്പബിൾ. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം നല്ല രീതിക്ക് പഠിച്ചിട്ട് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്കോടുകൂടി നമുക്ക് പാസ്സാവാം. ആ ഇയർ ഫുള്ള് നമ്മളിതെങ്ങനെ, അത്ര രീതിയിലാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അതിന് പകരമായിട്ട് ഒന്നെങ്കിൽ ടെക്നിക്കൽ ഓറിയൻറ്റഡിലേക്ക് മാറണം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡിലേക്ക് മാറണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രാക്ടിക്കലി അവർ കാണിച്ചു കൊടുത്തിട്ടും അവരതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തിട്ടും വേണം അവരെ പുറത്തേക്ക് ഇറക്കാൻ. നേരെ മറിച്ച് +2 വരെ അല്ലെങ്കിൽ 10 വരെ എഡ്യൂക്കേഷൻ ഫ്രീ, അത് ബെറ്ററാണ്. എന്ത് സാക്ഷരത കിട്ടും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്തേക്ക് ഇവരെന്തെങ്കിലും സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ എന്ത് സ്കില്ലിലെങ്കിലും ഏർപ്പെട്ട ഒരാൾക്ക് ഫൈനാൻഷ്യലി കേപ്പബിൾ ആണോ. അപ്പോൾ ഈ ഇൻഷുറൻസിനെ പറ്റിയൊക്കെ എന്തായാലും അതിൻ്റെ അകത്ത് ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് അല്ലാതെ തന്നെ അവർ ചെയ്യിപ്പിക്കണം, കുട്ടികളെ വെച്ച് ചെയ്യിപ്പിക്കണം. അത് പാരൻസിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. അപ്പോൾ അവർക്ക് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് അങ്ങനെ രീതിയിലേക്ക് സേഫ് ആയിട്ടുള്ള മെത്തേഡുകൾ ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ള. ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൻവെസ്റ്റിങ്, ഞാൻ പറഞ്ഞ സ്റ്റോക്കിലാവാം, മ്യൂച്വൽ ഫണ്ട്സിലാവാം, അതല്ലെങ്കിൽ ഗോൾഡിലാവാം, ETF-ലാവാം, എന്തിലും ആയിക്കോട്ടെ, ഏത് അസറ്റ് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ഇപ്പോൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പോൾ പാരൻ്റ് ഒരു 100 റുപ്പീസ്, ഇപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 100 റുപ്പീസ് എങ്ങനെ സ്പെൻഡ് ചെയ്യും പെർ ഡേ ചെയ്യേണ്ടി വരും. കാരണം ഫുഡ്, അല്ലെങ്കിൽ അയാൾ വരുന്ന ട്രാവലിങ്, ഇതെല്ലാം വെച്ചിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈവൻ വരുമാനം ഇല്ലാത്തവർ പോലും അത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഹാബിറ്റ് ആക്കണം. സ്പെൻഡിങ് ഹാബിറ്റ് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇൻവെസ്റ്റിങ്ങിൻ്റെയും സേവിങ്ങിൻ്റെയും ഹാബിറ്റ് ഒരു കാലത്തും ആരും പഠിപ്പിക്കുന്നില്ല. അതൊരു സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് സ്വയം പഠിച്ചാൽ
ആയി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ സ്പെൻഡിങ് ഹാബിറ്റിൻ്റെ ഒപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ സാറിപ്പം ഓൾമോസ്റ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റിസോഴ്സസിനെ പറ്റിയിട്ട് പറഞ്ഞു, ബിഗിനേഴ്സിന് വേണ്ടിയില്ല. സാർ ഒന്ന് സ്ട്രക്ചേർഡ് ആക്കിയിട്ട് ഒരു ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള ടൂൾസും റിസോഴ്സസും നോക്കി പറഞ്ഞുതരാം. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ആര് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയൽ ഫസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിൻ്റെ അകത്ത് മൈൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കും. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ IASൻ്റെ വിന്നിങ് റേറ്റ്, അതായത് സിവിൽ സർവീസ് എക്സ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വിന്നിങ് റേറ്റ്, അതേപോലെ തന്നെ CA CMA ഒക്കെയാണ് പഠിക്കാൻ പോകുന്നവരെ വിന്നിങ് റേറ്റ്, അതുപോലെ ഇൻഡസ്ട്രി തന്നെയാണ് ഇതും. പക്ഷേ ആ എഫേർട്ട് അല്ല ഇവിടെ, എഫേർട്ട് വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അക്കാദമിക് അല്ല, കുറച്ചുകൂടി ഇപ്പുറത്തെ സൈഡിലേക്ക്. അപ്പോൾ ഈ എഫേർട്ട് ഇടാനുള്ള മൈൻഡ് സെറ്റ് കാണിക്കണം. സ്റ്റഡി പർപ്പസ് സ്റ്റഡി ആവണം, ലേണിംഗ് ആയിരിക്കണം. ആദ്യത്തെ സ്റ്റേജ്, ഇനീഷ്യൽ സ്റ്റേജ് ലേണിംഗ് അല്ല, ലേണിംഗ് തന്നെയാണ്. ഈ സ്കില്ല് പഠിച്ചെടുക്കണം. ഇതിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് ഓക്കെ ആയിട്ട് നിങ്ങൾ ഇതിൽ ഫ്ലെക്സിബിൾ ആവണം. ഏറ്റവും ആദ്യം മൈൻഡ് സെറ്റാണ്, അത് ഈ രീതിയിൽ കൺവേർട്ട് ആവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റുക. നിങ്ങൾ അതിൻ്റെ ബിഗിനർ വരികയാണ്, അയാൾ കുറച്ച് സ്ട്രാറ്റജീസും ടെക്നിക്കൽ അനാലിസിസും പഠിച്ചു, കുറച്ച് ട്രൈ ഔട്ട് ചെയ്തു, ഫെയിലായി, സ്റ്റോപ്പായി. ഇത് യൂഷ്വൽ കേസാണ്, ഇതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇവിടെ സർവൈവ് ചെയ്യാനാണ് ഇത് പാഷനേറ്റ് ആണെന്ന് കാണുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യും. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കാൻ തയ്യാറാവുക, പ്രോസസ്സ് ഓറിയൻറ്റഡ് ആവുക. നല്ല ഒരു 10,000 രൂപ ഉണ്ടാക്കുന്നതിന് പകരം നല്ലൊരു ട്രേഡ് നമ്മളെ റൂൾ ബേസ് ചെയ്ത് നമ്മൾ എടുത്തതായിരിക്കണം. അതിലിനി 500 രൂപ കിട്ടിയാലും സാറ്റിസ്ഫൈഡ് ആണ്. ആ മൈൻഡ് സെറ്റാണ് ഫസ്റ്റത്തെ കേസ്. ശരിക്കും 500 എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. ആരും മനസ്സിലാക്കില്ല, ഒരു ദിവസം മൊത്തം പണിയെടുത്താലോ പല ആൾക്കാർക്ക് 500. അത് ഞാനിവിടെ സ്റ്റുഡൻസിനോട് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. അതായത് മോശമാക്കിയിട്ടല്ല പറയല്, ഡെയിലി വേജസിന് പോവുകയാണെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യണം, ടൈമും എനർജി. എന്നിട്ടാണ് ഒരു 800 മുതൽ 1200 വരെ നമ്മൾ കേരളത്തിൽ കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പണം കിട്ടണമെങ്കിൽ അവിടെ ഒരു എഫേർട്ട് ഇല്ലേ എന്നാ ചോദിക്കാം. ഈ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന എക്സാമ്പിൾ അതാ. അവരോട് ചോദിക്കും, നിങ്ങൾക്ക് 1000 രൂപ കിട്ടണം, 1200 രൂപ കിട്ടണമെങ്കിൽ കേരളത്തിൽ ഒരു ഡെയിലി വേജിന് പോയാൽ എടുക്കുന്ന എഫേർട്ടും ടൈമും എത്രയാണ്? അപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് പറയും 8 മണിക്കൂർ മിനിമം പണിയെടുക്കണം. പണിയെടുത്താൽ മാത്രം, അത് ചിലപ്പോൾ ടൈമും അതേപോലെ തന്നെ എനർജി സ്പെൻഡ് ചെയ്യണം. ഇത്രയും സ്പെൻഡ് ചെയ്താലേ ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 500 രൂപ കിട്ടണമെങ്കിൽ അവിടെ എഫേർട്ട് ഇല്ലേന്നാ ചോദിക്കുക. അപ്പോൾ മൈൻഡ് സെറ്റ് അവരത് ഓക്കെ, ആ ഒരു ഐ ഓപ്പണിങ് ചോദ്യമാണ് അത്. ഇത് വെറുതെ ആരെങ്കിലും കൊടുന്ന് തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇതേപോലെ അങ്ങ് ചോദിക്കും. അപ്പോൾ അവരെ മൈൻഡ് സെറ്റിലേക്ക് എന്നിട്ടേ ഞാൻ തുടങ്ങുള്ളൂ. കാരണം ആ ഒരു ഇതുണ്ടല്ലോ, അവർ ആ മിത്ത് ഉണ്ടല്ലോ, അതങ്ങ് ബ്രേക്ക് ചെയ്യും. ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരെപ്പോഴും ഒരു ഇല്യൂഷനിലായിരിക്കും. നമ്മൾ റിയാലിറ്റിനും അവർ അങ്ങനെയല്ല, ഞാൻ അവരാദ്യം റിയാലിറ്റിക്ക് കൊണ്ടുവരും. എന്നാൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇതൊക്കെ തുറന്നൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഇത്ര മേക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്ര ക്യാപിറ്റൽ കൊണ്ട് ഇത്ര പെർസെൻറ്റേജ് വരെ ഇന്ന് ഫൈനാൻഷ്യൽ ഇയറിൽ എനിക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട് നമുക്ക് ഇത്ര വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലെന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ അവിടെ അവരെ റിയാലിറ്റിക്ക് എത്തിക്കും. അപ്പോൾ ഫസ്റ്റ് മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യാം. 2, പിന്നെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി നിങ്ങൾ എങ്ങനെ ഫ്ലെക്സിബിൾ ആവുന്ന രീതിയിൽ പഠിച്ചെടുക്കണം. ടെക്നിക്കൽ അനാലിസിസ്, അത് പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, SMC എന്തോ ആയിക്കോട്ടെ, അത് പഠിച്ചെടുക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റൂള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, റൂൾ ബേസ്ഡ് ആയിരിക്കണം, റാൻഡം ആവരുത്. ഇപ്പം ഇന്ന് ഇതാണെങ്കിൽ നാളെ അതാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയല്ല. റൂൾ ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് ഒരു സാധനം തന്നെ ഫോളോ ചെയ്യാൻ പറ്റണം. ഡിസിപ്ലിൻ. നമ്മളിനി എത്ര നമ്മൾ ഇമോഷണലി ഓക്കെ അല്ല, അന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ മുന്നിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ. അന്നും പിന്നെയും പോയി മാർക്കറ്റ് ഇങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ മൊബൈലിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു തരത്തിലോ ചെയ്യേണ്ട. അന്ന് അത് അവിടെ വെച്ചാൽ മതി. പക്ഷെ അന്നത്തെ ദിവസം ഒന്നും സംഭവിക്കാൻ പോകില്ല. നാളെ അടുത്ത ദിവസം മാർക്കറ്റ് ഉണ്ട്, നമ്മൾ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളവിടെ ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്താൽ നമ്മളെ ക്യാപിറ്റൽ കുറയും. നമ്മളത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ സേഫ്. അപ്പോൾ ഡിസിപ്ലിനിൽ ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഈ സൈക്കോളജി എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ഇവിടെ ട്രേഡിങ്ങിൽ നമ്മൾ പറഞ്ഞ ഒരു ലോസ് ഇതിൻ്റെ പാർട്ടാണ്. ഇതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം, സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത് പഠിക്കലാണ്. ഇപ്പോൾ ഇന്ന സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ഇന്നത് ചെയ്യരുത്, ഇന്ന സാഹചര്യത്തിലാണ് ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ എടുക്കുക, പൊസിഷൻ സൈസിങ് എന്ന് പറയും. ഇപ്പോൾ നമ്മളെ റിസ്കിനനുസരിച്ച് ഇത്ര ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പ്രീ പ്ലാൻഡാണ്. പക്ഷെ നമ്മളൊരു ഓവർ കോൺഫിഡൻസ് എന്തിൻ്റെ ഒരു ബലത്തിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി എടുത്തു. നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം. അൺഫേവറബിൾ ആണെങ്കിലോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരിക്കലും പോരും. ഈ ഇൻ കേസ് അങ്ങനെ പോയാൽ തന്നെ സേഫ് എക്സിറ്റ് എവിടെയാണോ കിട്ടുന്നത് അവിടെ എക്സിറ്റ് ചെയ്ത് മാറുക.
എന്നിട്ട് ഇത് റിവ്യൂ ചെയ്യാം എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് മൈൻഡ് സെറ്റ്, രണ്ട് ടെക്നിക്കൽ സ്കില്ല്, പിന്നെ നിങ്ങൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം, പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇത്രയും ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 3 to 6 months വളരെ ചെറിയ ക്യാപിറ്റലൊന്ന് ചെയ്ത് ഒന്ന് പഠിക്കാം. വളരെ ചെറിയ ക്യാപിറ്റലിൽ ചെയ്തതിന് യൂസ്ഡ് ആവാം, ബ്രെയിൻ അത് യൂസ്ഡ് ആക്കുക അപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും. പിന്നെ സ്കെയിൽ അപ്പ് ചെയ്യാം ഒറ്റയടിക്ക്. ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ അത്യാവശ്യം വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് എല്ലാ തരത്തിലും. ഇമോഷൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നമ്മൾ, എന്നെ സംബന്ധിച്ചാണെങ്കിൽ കുറേ കൂടി ഫ്രീ ആണ് വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്യുക. അതായത് മൈൻഡ് സെറ്റ് ഫ്രീ ആണ്, ടെൻഷൻ ആവുകയല്ലേ ചെയ്യുക, കുറച്ചുകൂടി ലിബറൽ ആവുക ചെയ്യുന്നത് എൻ്റെ മൈൻഡ് സെറ്റ്. അത് പലർക്കും അങ്ങനെ ആവാന്ന് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളൊരു 20 lakh ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു 25 lakh ക്യാപിറ്റലൊക്കെ കയ്യിലുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമെന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. കാരണം നമ്മൾ വളരെ ലെസ് പെർസെൻറ്റേജ് റിസ്ക് എടുക്കുന്നുള്ളൂ. നമ്മൾ നോക്കും ഫിഗറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മാറ്റം വരും. ഇപ്പോൾ 20,000-25,000 വെച്ച് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത ഞാൻ എന്ത് ചെയ്യാണ്, 1% അതിൻ്റെ 25,000 ആയി. അപ്പോൾ ആ മാറ്റം ഉണ്ടെന്ന് തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ ഫിഗറിൽ ഒബ്സസ്ഡ് അല്ല, എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന പെർസെൻറ്റേജിലാണ്. ക്യാപിറ്റലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജിൻ്റെ റിസ്ക്, ഇത്ര പെർസെൻറ്റേജിൻ്റെ ഗെയിൻ, വീക്കിലി നമ്മൾ ഇങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇനി ഇപ്പോൾ ലാസ്റ്റത്തെ 3 ദിവസം ആണ് ട്രേഡിംഗ് സെഷൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ വീക്ക് നമ്മൾ 3 ട്രേഡും പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വീക്കിലി ടാർഗറ്റിൻ്റെ ഒക്കെ അടുത്തെത്തി. പിന്നെ അവിടെ ഇനി മാർക്കറ്റിന് എത്ര പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്ന് നിന്നു. നമുക്ക് അതാണ് അതിൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് ശരിയായ വഴി. പിന്നെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണെങ്കിൽ, അതായത് നല്ല രീതിയിൽ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത്, നമ്മൾ ട്രേഡിൽ ഇന്നാണ് ഗെയിന് മാക്സിമം കിട്ടുന്ന വരെ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോപ്പ് ലോസ് അങ്ങ് കയറ്റി ബ്രേക്ക് ഈവനിലേക്ക് വെക്കും. ഞാൻ ഉദ്ദേശിച്ച റിസോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ബുക്സ്, കുറച്ച് സാർ നേരത്തെ പറഞ്ഞ കുറച്ച് ചാനലുകൾ, ഇതൊക്കെ ഒന്ന് എനിക്ക് സ്ട്രക്ചർഡ് ആയിരുന്നു പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഫോളോ ചെയ്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടെന്നുള്ളത് ഒന്ന്, എനിക്ക് നല്ലൊരു മെൻറ്റർ കിട്ടിയെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീവൻ എന്ന് പറയും. അതിൻ്റെ മുമ്പ് വരെയുള്ളവരൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ എന്നെ ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്തേക്ക് അപ്ലിഫ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് പറക്കാൻ ചിലപ്പോൾ ചിറകുണ്ട്, പക്ഷെ അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഇയാളെടുത്ത് എത്തിയപ്പോഴാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മെൻറ്ററിങ് ആയിരുന്നു അയാളുടെ ഇത്. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 1-2 മെത്തേഡും പുള്ളിയുടെ ഇൻസ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിസോഴ്സുകൾ, എൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് ആ മെൻറ്ററാണ് ഇപ്പോഴും. ഇന്നും ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ ലാസ്റ്റ് ദിവസം വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങളൊരു സ്റ്റോക്കിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈവൻ ഇത്ര ഞാൻ കംഫർട്ടാണ്, ഇത്ര ഞാൻ ആധികാരികമായിട്ട് സംസാരിക്കാനൊക്കെ എത്തുന്ന സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യത്തെ അഡ്വൈസ് എടുക്കുന്നത് അവിടുന്ന്. ഓക്കെ, ഇതിൽ യെസ്, അതെ, പുള്ളിയെ പോലെ അത്ര ഇതിലേക്ക് പോകും. അപ്പോൾ ഞാൻ പുള്ളിയെ നല്ല രീതിയിൽ യൂസ്, അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടിയതിൽ, പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതിൽ ബുക്സാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ, സ്റ്റോക്സ് ടു റിച്ച്. ഇപ്പോൾ ട്രേഡിംഗ് വൈസ് പുള്ളി ട്രേഡിംഗ് ഓറിയന്റഡ് അല്ല, പുള്ളി കൂടുതലും ഫണ്ടമെന്റൽ ഇൻവെസ്റ്റിംഗ് ഓറിയന്റഡ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്സ് ഒക്കെ ആയിരുന്നു. ബുക്സ് തന്നെ ഞാൻ ആദ്യമൊക്കെ ജസ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ നമ്മളിവിടെ സ്റ്റേബിൾ ആവുള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ പുറത്തങ്ങ് കയറി ബുക്ക് വായിക്കാം, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പിന്നെ ഓരോ സ്റ്റേജിൽ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ കണക്റ്റ് ആവൽ തുടങ്ങി. ഈ വാല്യുവേഷനൊക്കെ മാച്ച് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റോക്ക് പിക്ക് ചെയ്തിട്ട് അതങ്ങ് പെർഫോം ചെയ്തപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ഇതുണ്ട്. യെസ്, അവിടെ മുതലാണ് ഓക്കെ ഇതിൻ്റെ പവർ എനിക്ക് മനസ്സിലായത്. മറ്റേത് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, റീഡിങ് പർപ്പസ്, നമ്മൾ ഒന്നെങ്കിൽ നമ്മളെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇമാജിനേഷൻ, ഇതിലേതെങ്കിലും ഒന്നേ അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ബെറ്റർ ആവുന്നുള്ളൂ. പക്ഷേ അതിന് ഈ നേരത്തെ പറഞ്ഞ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്, ബുക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു സാധനം ആ റിയൽ ലൈഫിൽ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോഴാണ്. ഞാൻ അതേപോലെ പുള്ളി പറഞ്ഞ പോലെ ഒരു മെത്തേഡിൽ ചെക്ക് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടൊരു സ്റ്റോക്ക് കണ്ടെത്തി അതിൻ്റെ വാല്യുവേഷൻ നോക്കി. അപ്പോൾ നമ്മൾ വെച്ചൊരു ടാർഗറ്റ്, വളരെ ലീസ്റ്റ് ടാർഗറ്റ് ഒക്കെ വെച്ചു, ഇതങ്ങ് പെർഫോം ചെയ്യൽ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ടിപ്സ് ബൈ SMK എന്നുള്ള ടെലഗ്രാം ചാനൽ. അപ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ 1.5 SMK. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും, സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പിൻ ചെയ്ത് വെച്ച മെസ്സേജുകൾ നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ, 24 ജനുവരി, അല്ലെങ്കിൽ 24 ജൂൺ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് ടേം ടാർഗറ്റുകളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്, മണപ്പുറം, അങ്ങനെ കുറച്ച് സ്റ്റോക്കുകളുണ്ട്. ലിസ്റ്റ് തന്നെ ഒരുപാടുണ്ട്. പക്ഷേ അത് എൻട്രി എക്സിറ്റൊക്കെ കഴിഞ്ഞതാണ്. ഈവൻ ഇപ്പോൾ ഈ മണപ്പുറത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ഇയറിന് മുമ്പാണ് ഞാൻ ഈ ഒരു അനാലിസിസ് നടത്തിയിട്ട് നമ്മളൊരു പോയിന്റിലെത്തുന്നത്. അപ്പോൾ അതൊരു 230 to 240 വരെയൊക്കെ വരാം. ഏത് 160 സ്റ്റോക്ക് 160, 150 ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്.
അല്ലെങ്കിൽ അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നേരത്തെ പറഞ്ഞ അപ്പോൾ നമ്മൾ ആ ഈ ചെക്ക് ലിസ്റ്റുകൾ വെച്ചിട്ട് ഈ ബുക്കിൽ നിന്ന് കിട്ടുന്ന ചെക്ക് ലിസ്റ്റുകൾ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നോക്കി മാച്ച് ചെയ്ത് നോക്കി പുള്ളിക്കാരനെ കണക്ട് ചെയ്തു. പുള്ളി പറയും 260 വരെ ധൈര്യമായിട്ട് വെച്ചോ, അതിനുള്ള മുതലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലീസ്റ്റ് ടാർഗറ്റ് ഇത്രയിൽ പിക്ക് ചെയ്താൽ പോരെ, 220 240. അപ്പോൾ ആ റേഞ്ചിലെത്തുമ്പോൾ ഓക്കെ. അപ്പം 160 എന്നുള്ള സ്റ്റോക്കിന് മിനിമം 40 to 50% അപ്സൈഡാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോഴാണ് ഓൾ ടൈം ഹൈ നിഫ്റ്റി കഴിഞ്ഞൊരു സെപ്റ്റംബർ മുതൽ കഴിഞ്ഞ ഈ ഒരു ലാസ്റ്റ് മന്ത് വരെ ഒരു 3000-4000 പോയിന്റ് ഇടിവ്, ഒരു 16-18% അടുത്ത് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു ബെയർ മാർക്കറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് 30-40% മേലെ റിട്ടേൺസ് തന്നു. അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, ഇത് 160 180 200 വരെ എത്തിയതിനു ശേഷം തിരിച്ച് 150 160 വന്നു. ഞാൻ ആ സമയത്തൊക്കെ ആൾക്കാർ എന്നോട് പാനിക്കാവും, അവർ ചിലപ്പോൾ 180 200 എടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് ഇത് 10-20 പോയിന്റ്, അതായത് 10-20% താഴെ വരുമ്പോൾ വളരെ ഞാൻ ഇത് താഴെ വരുമ്പോൾ രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇത്, അഗെയിൻ ബൈ കോൾ. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ബൈ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി അടക്കമുള്ളത് ഗ്രൂപ്പിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ബൈ ചെയ്തു, ഞാൻ എൻട്രി എടുത്തു, ഇത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, ഈ ഡിപ്പിൽ ഇത്ര ആഡ് ചെയ്തു. അന്നൊക്കെ അതിൻ്റെ അകത്ത് ഒരുപാട് കമൻറ്റ് വരെ ഇതൊന്നും തിരിച്ചു കയറില്ല അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്കപ്പോൾ എന്താ വെച്ചാൽ അവർ റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാനല്ല, എൻ്റെ അടുത്ത് ഇത്ര മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ അനാലിസിസിൻ്റെ ബാക്കിങ്ങിലാണ് ഞാൻ, ആ കോൺഫിഡൻസിലാണ് ഞാനിത് എൻട്രി എടുക്കുന്നതും ബാക്ക് ചെയ്യുന്നതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് പറയുന്നതും. ടെലഗ്രാം ചാനൽ പബ്ലിക്, അത് ഓപ്പൺ ആണ്, ആർക്കും ചോദിച്ചു. അപ്പോൾ അതിൽ പറയുന്നതും ഡിസ്കോഡ്, അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പറയുന്നതൊക്കെ എൻ്റെ അടുത്ത് ഇത്രയും അനാലിസിസ് ബാക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ റിസൾട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ റിസൾട്ട് എഗെയിൻ ഞാനിപ്പോൾ കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പ് ആ പിൻ ചെയ്ത മെസ്സേജ് ഒന്നുകൂടി റീമെൻഷൻ ചെയ്തിട്ട് ഞാനൊരു വോയിസ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് എന്നോട് പറഞ്ഞു, ഞാൻ 200-ലും 220-ലൊക്കെ എക്സിറ്റ് ചെയ്ത് നമുക്ക് ഇത്ര % കിട്ടി, കഴിഞ്ഞ ഈ ഒരു 6 മാസത്തിൻ്റെ ഇടയിൽ ആകെ പ്രോഫിറ്റ് കിട്ടിയ ഒരു സ്റ്റോക്ക് അവർ എൻട്രി എടുത്തതിൽ. അപ്പോൾ ഇതാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ട്, ആ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയും ട്രേഡ് സെറ്റപ്പ് ഷെയർ ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുന്നത്. ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചു തരും.